എല്ലാവരും ചോദിച്ച പോലെ തന്നെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് 17 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ 17 ചാപ്റ്റേഴ്സിൽ നിന്ന് നാളെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പക്ഷെ 17 ചാപ്റ്റർ ഉണ്ട്, നമുക്ക് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടി പറ്റില്ല. ക്വസ്റ്റ്യൻസ് ഇതാണ്, ആൻസർ ഇതാണ് അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പോകുന്നത്? അതെ, കാരണം അത്രയും ഒരു വർഷം മൊത്തം നമ്മൾ എടുത്ത് പഠിച്ച കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഒറ്റയടിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും കാണിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്താം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഉണ്ട്, ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ആണ്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് കാർഷിക രംഗം സ്തംഭന അവസ്ഥയിലായത്? ഇത്രയും റീസൺസ് ആണുള്ളത്. ഈ റീസൺസ് അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുവാടെ? 4 മാർക്ക് കിട്ടും. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ബ്രിട്ടീഷ് പീരീഡിൽ ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ ഡാറ്റ തന്നെ പഠിച്ചു വെക്കുക, കാരണം ചിലപ്പോൾ ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു. വെരി ഇമ്പോർട്ടന്റ്, ഡേറ്റ അതേപോലെ കാണാതെ പഠിച്ചു വെക്കണം. അതെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനുള്ള 2 മെറിറ്റ്സ് ആണ്. പക്ഷേ എളുപ്പമാണ് അല്ലെ? 2 മെറിറ്റ്സ് എന്ന് പറയുന്നത് 2 ഉള്ളു. അതായത് ലോങ് ഡിസ്റ്റൻസിന് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ സെന്റേഴ്സിനെ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇന്ത്യൻ എക്കണോമി 1950 to 1990 എന്നുള്ള ചാപ്റ്ററിൽ ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് എഴുതാനായിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ആ ഒരു ആൻസറിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. യെസ്, അതിന്റെ മലയാളം മെസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ. അടുത്തെന്ന് പറയുന്നത് 5 ഇയർ പ്ലാൻസിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ട്. അപ്പൊ നേരെ ചോദിച്ചിരിക്കുന്നത് 5 ഇയർ പ്ലാൻസിന്റെ ഗോൾസ് ആണ്. മിസ് അതിന്റെ കോഡ് ഉണ്ടായിരുന്നല്ലോ, ജെംസ്. അപ്പൊ ഈ ജെംസ് എന്നുള്ള കോഡിനകത്ത് എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, അങ്ങനെ എല്ലാത്തിന്റെ എക്സ്പ്ലനേഷൻ വീതം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മക്കളെ, വീണ്ടും എടുത്ത് പറയാണ്, കാരണം നമുക്ക് 17 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ലാൻഡ് റിഫോംസിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ലാൻഡ് റിഫോംസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ്സ് കൃത്യമായിട്ട് ആ 4 പോയിന്റും നിങ്ങൾ എഴുതിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഷോർട്ട് നോട്ട് ഓൺ IPR 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനെ പറ്റി എഴുതാനാണ്. അപ്പൊ അതില് ഷെഡ്യൂൾ A, B, C എന്തൊക്കെയാ നടന്നെന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയുള്ളതെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ചോദ്യമല്ല, ചാപ്റ്ററിലേക്ക് പോവാണ്. LPGയിലാണെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ന്യൂ എക്കണോമിക് പോളിസി എങ്ങനെയാണ് സെക്ടേഴ്സ്, ഓരോ സെക്ടേഴ്സിനെ ഇഫക്ട് ചെയ്തതെന്നുള്ളതാണ് ചോദിക്കുന്നത്. കാർഷിക മേഖലയെ എപ്പോഴും കാർഷിക മേഖലയെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഇമ്പാക്ട് ചെയ്തത് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് ന്യൂ എക്കണോമിക് പോളിസിനെ പറ്റി. 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ നിങ്ങൾ എല്ലാം എഴുതണം. ലിബറലൈസേഷനെ പറ്റി എഴുതണം, അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷനെ പറ്റി എഴുതണം, അതേപോലെ തന്നെ ഗ്ലോബലൈസേഷനെ പറ്റി എഴുതണം. എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലൈഡ് ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ നോക്കി പഠിക്കാം. ഗ്ലോബലൈസേഷനും ഔട്ട്സോഴ്സിങ്ങും എല്ലാം മിസ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം എഴുതണം കേട്ടോ മക്കളെ. ദെൻ പോവർട്ടി എന്നുള്ള ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പുവർ എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും പഠിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. List down the 3 approaches to poverty reduction, define trickle down theory. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോവർട്ടി റിഡക്ഷനുള്ള 3 അപ്രോച്ചസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 3 അപ്രോച്ചസ് നമ്മൾ പച്ചവെള്ളം പോലെ എല്ലാത്തിലും പഠിക്കുന്നതാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ട്രിക്കിൾ ഡൗൺ തിയറി എന്താണെന്ന് അറിയാം? എന്താ? കിരിഞ്ഞിറങ്ങൽ സിദ്ധാന്തം. ഇതേപോലെ പുള്ളപ്പ് തിയറി ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് അനലൈസ് കോസസ് ഓഫ് പോവർട്ടി. പോവർട്ടി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ചിലപ്പോൾ 5 മാർക്കിന് വരെ പോകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കോസസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അടുത്ത ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യമാണ് കാറ്റഗറൈസേഷൻ ഓഫ് പുവർ. പല രീതിയിൽ പോവർട്ടി ഉണ്ട്. നമ്മൾ അതൊരു ഫ്ലോ ചാർട്ട് വെച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മക്കളെ അതിന്റെ ഡയഗ്രാം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അത് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, അടുത്ത ചോദ്യം മിസ്സേ. അടുത്ത ചോദ്യം അനലൈസ് ഡിഫറെന്റ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ്. അതിന് പറയേണ്ട ആവശ്യമില്ല, 8 മാർക്കിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. നമുക്കറിയാം 3 കാറ്റഗറി ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ഇതിനകത്തൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ 4 എണ്ണം വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ബാക്കിയുള്ളത് അവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കണം. പക്ഷെ എക്സ്പ്ലനേഷൻ 4 എണ്ണത്തിന്റെ ഒക്കെ എഴുതിയാൽ മതിയാവും. കാരണം 8 മാർക്കിന് ഒരുപാടൊന്നും നമുക്ക് എഴുതേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും പ്രോഗ്രാംസ് മിസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഏതോ ഒരു 3-4 എണ്ണം മാത്രം ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി. പ്രോഗ്രാംസ് ഉണ്ട്. അടുത്ത ചാപ്റ്റർ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ത്യയാണ്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരൊറ്റ ചോദ്യമാണ്, എന്താണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ? സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മൾ കോഡ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹോമി എന്നുള്ളതാണ്. ഹെൽത്ത്, ഓൺ ദി ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ. അതിന്റെ എല്ലാത്തിന്റെ എക്സ്പ്ലനേഷൻ വീതം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ എക്സ്പ്രസ് യുവർ വ്യൂ ഇൻ ദ ഫോളോയിങ് ആസ്പെക്ട്സ്, അതായത് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. നമ്മുടെ ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്താണ്? സ്റ്റിൽ എ ഡിസ്റ്റന്റ് ഡ്രീം.
ജെൻഡർ ഇക്വിറ്റി എന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യുക, പഠിച്ചു വെക്കാം. ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ ഗ്രാമീണ വികസനം, റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഈ ചാപ്റ്ററിന് നമുക്ക് 8 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് എനി 2 areas which need special focus as a part of rural development. കീ ഇഷ്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ഏതെങ്കിലും 2-3 കീ ഇഷ്യൂസ് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങളാണ്, പിന്നെ അലിവേഷൻ ഓഫ് പോവർട്ടി. ഇഷ്ടമുള്ളത് എഴുതി വെക്കാം. അടുത്തത് വാട്ട് ആർ ദ 3 forms of diversification എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 3 forms of diversification. എന്തിനാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത്? നമുക്കറിയാം, ഡൈവേഴ്സിഫിക്കേഷൻ ക്രോപ്സിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. ഓക്കെ, 2 മാർക്ക് ചോദ്യമാണ്. പഠനയാത്രയുടെ ഭാഗമായി മൂന്നാർ വിസിറ്റ് ചെയ്ത സമയത്ത് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രീൻ ടീ വാങ്ങി എന്നാണ് പറയുന്നത്. ക്യാൻ യു റൈറ്റ് എനി ജസ്റ്റിഫിക്കേഷൻ ഫോർ പർച്ചേസിംഗ് ഓർഗാനിക് ടീ? മിസ് ഇത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ? അതായത് ഓർഗാനിക് ടീ വാങ്ങി, അതെന്തുകൊണ്ടാണ് വാങ്ങിയത്, എന്തായിരിക്കും മിസ്? ഓർഗാനിക് ഫാമിംഗിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഓർഗാനിക് ഫാമിംഗിന്റെ ബെനിഫിറ്റ്സ് ആണ് ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണെന്നുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് കൈ നിട്ട് എഴുതാവുന്ന ക്വസ്റ്റൻ ആണ്. Explain the measures that are initiated by the agricultural marketing system improve ചെയ്യാൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ്. 5 മാർക്കിന് മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക. ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് എംപ്ലോയ്മെന്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ആദ്യ ചോദ്യം എന്ന് പറയുന്നത് കുറേ സാധനങ്ങൾ നമുക്ക് തരും. നമുക്ക് പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടെർഷറിയിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. അതെ, അപ്പൊ ഓരോ സെക്ടറും എന്താണെന്നൊന്ന് ഓർത്ത് വെച്ച് ഓരോ സെക്ടറിലും ചില ആക്ടിവിറ്റീസ് ഉണ്ട്, എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടർ. അത് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും തമ്മിലുള്ള ഇപ്പൊ ഇങ്ങനെ ചോദിച്ചില്ലെങ്കിൽ മിസ് ചിലപ്പോ കുറെ ഇത് തന്നിട്ട് ഫോർമൽ സെക്ടറിലേക്ക് ഇൻഫോർമൽ സെക്ടറിലേക്ക് ആക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാറുണ്ട്. അത് എളുപ്പമാണ്, നമുക്കറിയാലോ. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഓഫീസ് സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കച്ചവടക്കാർ, അങ്ങനത്തെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പൊ അതിന്റെ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം. Unemployment is one of the major hurdles in India's growth path. In this context, differentiate the നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതേപോലെ തന്നെ സ്ട്രക്ചറിലും സീസണിലും നമുക്കുണ്ട്. ആ 4 അൺഎംപ്ലോയ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്, മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഇത് 1-2 തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഇനി എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിലേക്ക് ഫംഗ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ് ലിസ്റ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ പഠിച്ചു വെക്കുക. കാരണം 4 മാർക്കിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഫംഗ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആർ ഇന്റർ കണക്റ്റഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അതായത് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അല്ലെ? അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ പറ്റി ഈ ചാപ്റ്ററുകൾ പഠിക്കുന്നുണ്ട്. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതേപോലെ ഓസോൺ ഡിപ്ലീഷൻ, ലാൻഡ് ഡിഗ്രഡേഷനെ ഒക്കെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനെയും പറ്റി ചെറിയൊരു നോട്ട് മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി വെക്കുക. അടുത്ത 8 മാർക്കിന് ഈ ചാപ്റ്ററിന് ചോദിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള മെഷേഴ്സ് ആണ്. സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. എന്തായാലും 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു 10 സ്ട്രാറ്റജി എങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായും പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്തോളാം, പഠിച്ചു വെച്ചോളാം. അപ്പൊ ഇത്രയുമാണ് 10 നമ്മൾ പറഞ്ഞ പോലെ നമുക്കുള്ളത്. അടുത്ത ചാപ്റ്റർ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ചൈനയുടെ ഡെവലപ്മെന്റ് പാത്താണ്. ചൈന എന്തൊക്കെ ചെയ്തു ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇത്രയും പോയിന്റ്സ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ, അത് 3 കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത നമ്മൾ സ്റ്റാറ്റിലേക്ക് സ്റ്റാറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലെ 1 and only ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ചിലപ്പോൾ യൂസസ് എന്ന് ചോദിക്കാം, റോള് എന്ന് ചോദിക്കാം, എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ടത് 2 മാർക്കിനും ചോദിക്കാം മിസ്, 3 മാർക്കിനും 4 മാർക്കിനും വരെ ചോദിക്കാം. അപ്പൊ എങ്ങനെ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലറും പ്ലൂറൽ സെൻസും. ബഹുവചനത്തിലും ഏകവചനത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് നിർവചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു 10-20 പ്രാവശ്യം ഈ ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ. അടുത്തത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്തായാലും 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും. അപ്പൊ എന്തായാലും ഇതിൽ നിന്ന് ഒരു 5 പോയിന്റ് എങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്തോളാം, പഠിച്ചു വെച്ചോളാം എന്നുള്ളതാണ്. അടുത്തത്
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു കുട്ടിക്ക് ഡേറ്റ കളക്ഷൻ ചെയ്യണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഡേറ്റ കളക്ഷനുള്ള പല പല മെത്തേഡ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര മെത്തേഡാണുള്ളത്? 3 മെത്തേഡാണുള്ളത്. നമുക്കറിയാം, പേഴ്സണൽ ഇന്റർവ്യൂ, ടെലിഫോണിക് ഇന്റർവ്യൂ, അതേപോലെ തന്നെ മെയിലിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ഈ ഓരോ മെത്തേഡ്സിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൂടെ പഠിച്ചു വെക്കുക. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അത് പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ 1 വേർഡിലായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ തന്നെ ലിസ്റ്റ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. അപ്പൊ ഈ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്ലാസ്സസ് ക്യാൻ ബി അറേഞ്ച് ഇൻ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ്. ക്ലാസ്സിന് ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും തമ്മിലുള്ള ഡിഫറൻസ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ചോദ്യമാണ്. യെസ്, അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ബോക്സിലാക്കി ഒരു ടേബിളിലാക്കി അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം. അടുത്തത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. 5 മാർക്കിന് വരെ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ആൻസർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഓരോ ക്ലാസ്സുകൾ കൊടുത്തിട്ട് അതിലേക്ക് ടാലി മാർക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റിയത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡേറ്റ ഓർഗനൈസ് ചെയ്ത് നമ്മൾ എത്തുന്നത് പ്രസന്റേഷൻ ഓഫ് ഡേറ്റയിലേക്കാണ്. പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഫുൾ ഡയഗ്രാംസ് വരയ്ക്കാനാണ്. ആദ്യം തന്നെ നമ്മളോട് ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം ഇവിടെ പറയുന്നില്ല, സിമ്പിൾ ആണോ എന്നുള്ളത്. ബാർ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ മിസ്. അപ്പൊ നമ്മൾ ബാർ ഡയഗ്രാം അല്ല വരയ്ക്കുന്നത്, സിമ്പിൾ ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഫ്രീക്വൻസി അല്ല നമ്പേഴ്സ് എടുക്കുന്നത് നമ്മൾ y ആക്സിസിലും, അതേപോലെ തന്നെ ഇയേഴ്സ് എടുക്കുന്നത് x ആക്സിസിലുമാണ്. അത് അനുസരിച്ച് ഇവിടെ ഗ്യാപ്പ് ഇട്ട് ഓൾറെഡി നമ്മൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ് സിമ്പിൾ ബാർ ഡയഗ്രാം. ഓക്കെ, അടുത്തത് നമ്മളോട് പൈ ഡയഗ്രാം വരയ്ക്കാനാണ്. പൈ ഡയഗ്രാം വരയ്ക്കാൻ 5 മാർക്കിന് വരെ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ പെർസെന്റേജിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതിനെ പെർസെന്റേജിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം അതിനെ ആംഗിളിലേക്ക് മാറ്റുക. കാരണം നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ആംഗിൾ വേണം. 360 ആണ് ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, പൈ ഡയഗ്രാം സെപ്പറേറ്റ് നമ്മൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത് എന്നുള്ളത്. അത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ അത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം നമ്മളൊന്ന് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ ചെയ്യുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലെ മിസ്സേ? യെസ്. അടുത്തത് ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ഒജീവ് വരച്ചിട്ട് മീഡിയൻ കണ്ടുപിടിക്കാനാണ്. നിങ്ങൾക്കറിയാം, ഒജീവ് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട്. ലെസ് ദാനും മോർ ദാനും കണ്ടുപിടിച്ചിട്ട് അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കണ്ടുപിടിക്കണം. ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്യുക. മോർ ദാൻ ആണെങ്കിൽ നമ്മൾ ഡിഡക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഒജീവ് വരയ്ക്കുമ്പോൾ ഏകദേശം ഇതേപോലെ കിട്ടും. മീഡിയൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നേരെ താഴെ എക്സ് ആക്സിസിലേക്ക് വരച്ച് യോജിപ്പിച്ച് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടുവാടെ? മീഡിയൻ കിട്ടും. അടുത്ത ചോദ്യം. അടുത്തത് നമ്മളോട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ബാർ ഡയഗ്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും, പക്ഷെ ഇടയിലെ ബാറുകൾ തമ്മിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിനാണ് എപ്പോഴും നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് എന്നുള്ളത് ആലോചിക്കാം. പിന്നെ ഇതിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ബാറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബാറിന്റെ അറ്റത്തേക്ക് നിങ്ങൾ ഡയഗണൽസ് വരയ്ക്കുക. അത് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് താഴെ എക്സ് ആക്സിസിലേക്ക് വരച്ചാൽ നിങ്ങൾ മോഡ് കിട്ടും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇവിടെ നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഒറ്റ ചോദ്യമാണ് മീൻ മീഡിയൻ മോഡ്. കണ്ടിന്യൂസ് സീരീസിൽ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം. നമ്മളെ ഓരോന്നിന്റെ കാൽക്കുലേഷൻ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ പറയുന്നില്ല. സിഗ്മ FM/N ആണ് മീനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എമ്മും എഫും എടുത്ത് എഫ്എമ്മിന്റെ ടോട്ടൽ എടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മീഡിയന്റെ ഇക്വേഷൻ ആദ്യം n/2 കാണുക, പിന്നെ L+n/2 - CF / F × H ചെയ്യുക. അത് വെച്ച് നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടും. അടുത്തത് മോഡിനൊന്നും നമുക്ക് ആവശ്യമില്ല, ഹയസ്റ്റ് ഫ്രീക്വൻസി മാത്രം മതി. ഇക്വേഷൻ L+D1 / D1 + D2 × H ആണ്. ഇതൊക്കെ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനെയും മക്കൾ ഇവിടെ കാണിക്കുന്ന എല്ലാ ക്വസ്റ്റ്യന്റെയും സെപ്പറേറ്റ് പൈ ഡയഗ്രം ഒക്കെ ആണെങ്കിൽ അഖിലംസ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോറിലേഷൻ ചാപ്റ്റർ ആണെങ്കിലും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെങ്കിലും ഒരുപാട് ഷോർട്ടും വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നല്ല സമയമുണ്ടല്ലോ, അപ്പൊ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അടുത്ത ചാപ്റ്റർ മിസ്സേ, കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോസിറ്റീവ്, നെഗറ്റീവ്, പെർഫെക്റ്റ് പോസിറ്റീവ്, പെർഫെക്റ്റ് നെഗറ്റീവ്, നോ കോറിലേഷൻ. ഇതിന്റെ ഒക്കെ സ്കാറ്റർ ഡയഗ്രാം നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തോളാം, പഠിച്ചു വെച്ചോളാം. Then അടുത്തത് കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ്. കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇക്വേഷന്റെ ഇതാണ്. അതിനുശേഷം നമുക്ക് ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കണം. x² y² ഒക്കെ നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം, കാണുന്നുണ്ടല്ലോ, കണ്ടു നോക്കി. ഇതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്
അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് റാങ്ക് കോറിലേഷനും വരുന്നുണ്ട്. റാങ്ക് തന്നിട്ടില്ലെങ്കിൽ റാങ്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ മിസ് ഇട്ടിട്ടുണ്ട്, 1 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഹയസ്റ്റ് നമ്പറിന് 1 കൊടുത്തിട്ട് ആ ഓർഡറിൽ നമ്മൾ താഴോട്ടേക്ക് വരികയാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ റാങ്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഇക്വേഷൻ അല്ലേ, പിന്നെ 1 - 6 sigma d square divided by n cube minus n. d എന്ന് പറയുന്നത് r1 - r2 ആണ്. ഓക്കെ. അടുത്ത ചാപ്റ്റർ ആണ് ഇൻഡെക്സ് നമ്പർ. ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ പാർട്ട് ആണുള്ളത്. എന്നാലും ആദ്യം നമുക്കൊരു തിയറി ഇക്വേഷൻ ആണ് വരുന്നത് അല്ലെ. റൈറ്റ് ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പറിന്റെ യൂസസ് എഴുതാൻ വേണ്ടിയിട്ട് 2 യൂസസ് അല്ല 4 യൂസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് ഇഷ്ടമുള്ള 2 എണ്ണോ 3 എണ്ണോ 4 എണ്ണം തന്നെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും അത് നല്ലതാണ്. അടുത്ത ചോദ്യം അടുത്തത് സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാണാൻ എന്തായാലും ഇൻഡെക്സ് നമ്പർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് കാണാനും പറ്റും. നമുക്കറിയാം സിഗ്മ P1 by സിഗ്മ P0 × 100. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക P1 എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് നിൽക്കുന്ന വർഷമാണ് P1, കഴിഞ്ഞു പോയ വർഷം P0 ആയിരിക്കും. അത്രയും നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് ചോദിക്കുന്നത് ലാസ്റ്റ് പേയേഴ്സിന്റെയും പാഷന്റെയും മെത്തേഡിൽ എന്ത് ചെയ്യാനായിട്ട് ചോദിക്കും. വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. 2 മെത്തേഡിലും ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ ഇതാണ് നമ്മുടെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ നമുക്കറിയാം. ലാസ്റ്റ് പേയേഴ്സിന്റെ ആണെങ്കിൽ സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ P0 Q0 100 ആണ്. അത് ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാസ്കേന്റെ ആണെങ്കിൽ എന്താണ് സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1. പാക്കേന്റെ ആണെങ്കിൽ അത് Q1 കറന്റ് ഇയർ ക്വാണ്ടിറ്റി ആയിരിക്കും. ലാസ്റ്റ് പേയേഴ്സിന്റെ ആണെങ്കിൽ ബേസ് ഇയർ ക്വാണ്ടിറ്റി ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏത് ക്വാണ്ടിറ്റി ആണ് തന്നത്, ചിലപ്പോൾ ഒരു ക്വാണ്ടിറ്റി തരുന്നെങ്കിൽ അത് Q1 ആണോ Q0 ആണോ നോക്കിയിട്ട് ഏത് മെത്തേഡാണ് വേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അടുത്തത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ. ഇത് ശരിക്കും ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്റ്റെപ്സ് തന്നെയാണ് ഇതിൽ ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് പഠിച്ചിട്ട് വയ്ക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഇവിടുന്ന് മറ്റൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതിന്റെ ചോദ്യമാണത് ഐഡന്റിഫൈയിങ് പ്രോബ്ലം ഓർ ഏരിയ സ്റ്റഡി. ഏരിയ സ്റ്റഡീസ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് എനിക്ക് കാണാതെ പഠിച്ചിട്ട് എന്റെ വായിൽ വരും. ഐഡന്റിഫൈയിങ് എത്ര വർഷമായിട്ട് നമ്മൾ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒരു പ്രൊജക്ട് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ബാക്കിയുള്ള സ്റ്റെപ്പ് അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ ചോദിക്കാം, ഡിസോർഡർ ആയിട്ട് തന്നിട്ട് ഓർഡർ ആക്കാൻ ചോദിക്കാം. അപ്പൊ നമുക്ക് എത്ര സ്റ്റെപ്സ് ആണുള്ളത്? ഇവിടെ എത്രയോ സ്റ്റെപ്സ് 7 സ്റ്റെപ്പ് തന്നിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡറിന് വെച്ച് പഠിക്കുക. ഓർഡർ തെറ്റിക്കാതെ കറക്റ്റ് ഓർഡറിന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വെച്ചാൽ എത്ര ഒരു വേഗം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ കൊണ്ടല്ലേ, 20 വേണ്ട ഒരു 15 മിനിറ്റ് ഒക്കെ. അതെ, നമ്മള് 17 ചാപ്റ്ററിലെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പൊ എന്തായാലും ഈ വീഡിയോയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളാം, നിങ്ങളുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ MCQ ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് 2 ഷോർട്ടുകൾ നമ്മുടെ ചാനലിൽ പോകുന്നുണ്ട്. MCQ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഇമ്പോർട്ടന്റ് MCQ, അതേപോലെ തന്നെ ഇന്ത്യൻ എക്കോണമി എന്നുള്ള ഇമ്പോർട്ടന്റ് MCQ. അപ്പൊ യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല അല്ലേ. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ മാരത്തോൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പൊ കൃത്യം 7 മണിക്ക് അങ്ങനെ എത്തിക്കോളുക, ലൈവിൽ എത്തിച്ചേരാം. ഓക്കെ മക്കളെ, ബൈ.